മത്സ്യബന്ധന മേഖലയിൽ അനുവദിച്ച മുഴുവൻ മണ്ണെണ്ണയും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അഖില കേരള ധീവര സഭ കളക്ടറേറ്റ് ധർണ നടത്തി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് US ബാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന് മുഴുവൻ മണ്ണെണ്ണയും കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾ 129 ലിറ്ററായിട്ട് നിജപ്പെടുത്തുന്നു. ഈ 129 ലിറ്റർ മണ്ണെണ്ണ ഒരു കാർഡിന് കൊടുക്കുന്നത്, ഒരു മാസത്തേക്ക് കൊടുക്കുന്നത് യാതൊരു കാരണവശാലും ഞങ്ങൾ കുറയ്ക്കുകയില്ല എന്നാണ് അന്ന് തീരുമാനമെടുത്തത്. കുറയ്ക്കുകയില്ല. നമുക്കറിയാം, മത്സ്യബന്ധന സീസൺ ഇപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ മത്സ്യബന്ധന സീസണാണ്. ഒരു ദിവസം നമ്മൾ എഞ്ചിന് മണ്ണെണ്ണ ഒഴിച്ചാൽ ഒരു ദിവസം കൊണ്ട് തീരുന്ന മണ്ണെണ്ണയുള്ളൂ 129 ലിറ്റർ. ഇതൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് ആ തീരുമാനം ശിരസ വഹിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ആ 129 ലിറ്റർ മണ്ണെണ്ണ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ 129 ലിറ്റർ മണ്ണെണ്ണ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം യാതൊരു കാരണവശാലും ഒരു കാർഡിന് ഇത് കുറയ്ക്കുകയില്ല എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് രേഖാമൂലം എഴുതി തന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം മുതൽ 20% മണ്ണെണ്ണ കുറയ്ക്കുന്നു എന്നുള്ള തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് ദൗർഭാഗ്യകരമാണ്. അത് തെറ്റായ തീരുമാനമാണ്. അത് സഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പരമ്പരാഗത മേഖലയായ മത്സ്യമേഖലയിൽ മത്സ്യഫെഡ്, സിവിൽ സപ്ലൈസ്, ഫിഷറീസ് എന്നീ വകുപ്പുകൾ 2008 നടത്തിയ മണ്ണെണ്ണ പെർമിറ്റുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം 129 ലിറ്റർ മണ്ണെണ്ണ ഒരു പെർമിറ്റിന് നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്നത് യാതൊരു കാരണവുമില്ലാതെ മത്സ്യബന്ധന സീസണായിട്ടുള്ള ആഗസ്റ്റ് മാസം 20% വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന് ധീവരസഭ ആവശ്യപ്പെട്ടു. ജില്ലയിൽ മത്സ്യബന്ധനം കാതലായി നടക്കുന്ന ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ലഭിക്കുന്ന 129 ലിറ്റർ മണ്ണെണ്ണ ഒരു ദിവസത്തെ മത്സ്യബന്ധനത്തിന് മതിയാകുന്നില്ലെന്നും ബാക്കി വരുന്ന ദിവസങ്ങളിൽ 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 30 രൂപ മുതൽ 35 രൂപ വരെ കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യഫെഡിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള കടങ്ങൾ തിരിച്ചടക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നതെന്നും ധീവരസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് US ബാലൻ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ മുൻകാലങ്ങളിൽ ഒരു ഔട്ട് ബോട്ട് എഞ്ചിൻ ലഭിച്ചുകൊണ്ടിരുന്ന 750 ലിറ്റർ മണ്ണെണ്ണ ലഭ്യമാക്കാനുള്ള തീരുമാനമുണ്ടാകണം. അന്തർദേശീയ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് $147 ഉണ്ടായിരുന്നത് $87 ആയത് കുറഞ്ഞ സ്ഥിതിക്ക് മത്സ്യബന്ധന പരമ്പരാഗത മേഖല നിലനിർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ധീവരസഭ ആവശ്യപ്പെട്ടു. K. രാഘവൻ, A. ശംഭു, മുട്ടത്ത് രാഘവൻ, മോഹനൻ ചുള്ളിപ്പുറം, K. മനോഹരൻ, ചന്ദ്രൻ, CK ഭാസ്കരൻ, K. ശ്യാമള ബേക്കൽ, AB കൊടക്കാൽ, ദണ്ഡൻ ഐത്താർ എന്നിവർ ധർണയിൽ പങ്കെടുത്തു.